ഇപ്പോൾ അതിലെ സുഹൃത്ത് നമ്മോടൊപ്പം ചേരുന്നു. താങ്കൾ കടന്നു പോകുന്ന മനോവേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്താണ് നിങ്ങളോട് അതുല്യ പറഞ്ഞിരുന്നത്? ഞാൻ അവളും കൂടി സംസാരിച്ചത് 11-ാം തീയതി ലാസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ടാണ് വിളിച്ചത്. വിളിച്ചിട്ട് ഞാൻ അവളോട് ചോദിച്ചു എന്താണ് ഈ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എനിക്കിനി സഹിക്കാൻ വയ്യടി, എനിക്ക് നിൽക്കാൻ വയ്യ, അയാൾ എന്നെ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ടെന്ന്. നന്നായിട്ട് അയാൾ ദേഹോപദ്രവം ചെയ്യുന്നുണ്ട് അവളെ. ഈ മദ്യപിച്ച് വന്നിട്ട് ആള് നല്ല മദ്യപാനിയാണ്. മദ്യപിച്ച് വന്നിട്ട് നമ്മള് വിചാരിക്കുന്ന പോലെ അല്ല അയാൾ ചെയ്യുന്നത് അവളെ. ഏറ്റവും അവസാനമായി അതുല്യ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത് എന്നാണ്? ഏറ്റവും അവസാനമായിട്ട് ഇന്നലെ ആണോ മെനഞ്ഞാന്നാണോ അറിയില്ല, ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത്. അപ്പൊ എനിക്ക് തിരിച്ച് റിപ്ലൈ എന്താ നോക്കിയത്, നമുക്ക് നാളെ സംസാരിക്കണം. പക്ഷെ എനിക്ക് ഇന്നലെ വിളിക്കാൻ പറ്റിയില്ല അവളെ. എന്തായിരുന്നു അവസാനമായി അയച്ച മെസ്സേജിന്റെ ഉള്ളടക്കം എന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഈ മർദ്ദനത്തെ കുറിച്ചാണോ? എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടടി, എനിക്കിനി സഹിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞിട്ടാണ് ലാസ്റ്റ് എന്നോട് സംസാരിച്ചത് അവള്. ഞാൻ പറഞ്ഞു നീ വിഷമിക്കണ്ട, നാളെ ഞാൻ വിളിക്കുന്നുണ്ട്, നീ ഹാപ്പി ആയിട്ടിരിക്ക്, എപ്പോഴും മനസ്സിൽ കുഞ്ഞിനെ പറ്റിയിട്ട് മാത്രമേ ചിന്തിക്കാവൂ എന്ന് ഞാൻ ഒരുപാട് അവളോട് പറഞ്ഞതാ. അവൾ ഒരിക്കലും ഇത് ചെയ്യില്ല. അതായത് അതുല്യ അവള് നല്ല മനഃശക്തിയുള്ള ആളാണെന്നാണ് ആണ് നമ്മൾ ആണ് വിശ്വസിക്കുന്നത്. അവള് ചെയ്യാനാണെങ്കിൽ ഇതിനു മുൻപ് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവൾ അന്നേരമൊക്കെ ചെയ്യേണ്ടുന്നതാ. അവള് ചെയ്യില്ല ഒരിക്കലും ഇത്. ഞാൻ അങ്ങോട്ട് അവളെ ഉപദേശിക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു എനിക്കൊരു മോളുണ്ട്, എന്റെ മോൾക്ക് ആരില്ലാണ്ടായിപ്പോയി, ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞവള്. ഈ സതീഷിന്റെ മർദ്ദനം പതിവായിരുന്നു, എന്നും അതിക്രൂരമായി മർദ്ദിക്കുമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അന്നൊന്നും ഇത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോവാത്ത അതുല്യ പെട്ടെന്ന് അങ്ങനെ തീരുമാനത്തിലേക്ക് പോകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് നിങ്ങൾ? ഉറച്ചു വിശ്വസിക്കുകയാണ് ഞാന്. ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഇതിന് മുൻപേ കഴിഞ്ഞിട്ടുണ്ട്, അന്നേരം ഒന്നും അവള് ചെയ്തിട്ടില്ല. വ്യക്തമാണ്. അതോടൊപ്പം ഈ പറയുന്ന ഇപ്പോൾ ഈ മർദ്ദനമേറ്റതിന്റെ പാടുകൾ വലിയ വേദന ഉണ്ടാക്കുന്നു, അതടക്കമുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. ഇത് കുടുംബത്തെ അറിയിക്കുകയോ മറ്റാർക്കെങ്കിലും ഫോർവേഡ് ചെയ്യുകയോ നിങ്ങൾ ഇല്ല, ചെയ്തിട്ടുണ്ടായിരുന്നു? വേറെ ഞാൻ ഫോർവേഡിൽ എന്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ അവളോട് സംസാരിച്ച് നമ്മുടെ +2 ഗ്രൂപ്പിൽ നമ്മൾ ആക്റ്റീവായിട്ട് നിന്ന് അവൾക്ക് കൊടുക്കാവുന്ന സപ്പോർട്ടുകളെല്ലാം കൊടുത്തിട്ട് അവൾ അവസാനം പറയാൻ എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ വന്നാൽ മതി, ജൂലൈ അവസാനത്തോടു കൂടി ഞാൻ എന്തായാലും നാട്ടിൽ വരുവാണെന്ന് പറഞ്ഞത് അവള്. മനസ്സിലാക്കുന്നു. നാട്ടിലേക്ക് +2 മുതലുള്ള സുദീർഘമായ സൗഹൃദമാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ആഴത്തിൽ അത്രത്തോളം വേദനയേറ്റ് നിൽക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഈ കുടുംബത്തെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതുല്യ അറിയിച്ചതായി നിങ്ങൾക്ക് അറിവുണ്ടോ? അതിനെ പറ്റിട്ട് എനിക്ക് അറിയത്തില്ല. നേരത്തെയും ഇത്തരത്തിൽ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പിന്നീട് ഒരു കോംപ്രമൈസ് ചർച്ചയൊക്കെ പ്രശ്നങ്ങൾ നടത്തിയതായിരുന്നു. ഉണ്ടായിട്ടുണ്ട്, കോംപ്രമൈസ് ആയിട്ടുണ്ട്, അങ്ങനെ അങ്ങ് സെറ്റിലായി പോയിട്ടേ ഉള്ളു. പിന്നെ ഇത് ഇത്രയും കടുത്തത് എന്താ സംഭവിച്ചെന്ന് അറിയാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്കിത്. ഇരുവരും വിവാഹിതരായിട്ട് 12 വർഷമായെന്ന് തോന്നുന്നു അല്ലേ? അതെ, 12 വർഷമായി. ഒരു മോളും ഉണ്ട്. ഈ 12 വർഷത്തിൽ തുടർച്ചയായി ഇങ്ങനെ വേദന അനുഭവിച്ചു, അല്ലെങ്കിൽ ഭർത്താവിന്റെ പീഡനമേറ്റു എന്ന് അറിയിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ അടുത്തായി മാത്രമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ അടുത്തായിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവള് പറയാൻ തുടങ്ങി. ഇതിനു മുമ്പ് അങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട്ട് ഷെയർ ചെയ്യില്ലായിരുന്നു. ഇപ്പൊ ഈ അടുത്തൊരു സുഹൃത്തിന്റെ മാരേജിന് വന്നപ്പോഴാണ് ലാസ്റ്റ് ഞങ്ങൾ കാണുന്നത്, ഒരു 5 മാസം മുമ്പ്. ഈ അതുല്യ കുറെ കാലമായോ ഷാർജയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഈ ഭർത്താവിനൊപ്പം? അവൾ കുറച്ച് നാളുകളായിട്ട് ഹസ്ബൻഡുമായിട്ട് ഗൾഫിലാണ്, ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് ഇപ്പൊ ഷാർജയിലോട്ട് മാറിയത് അവര്. ഈ മകളെ നാട്ടിലാക്കി പോയത് അവിടെ ഒരു ജോലിയൊക്കെ തേടി ഒരുമിച്ച് ജീവിക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ? ഒരു ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നോ അവിടെ അതുല്യ? ഇത് ഭർത്താവിന് ഇഷ്ടമില്ലായിരുന്നു? ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, ആള് ജോലിക്ക് വിടില്ല. അതായത് ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, അതുല്യക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ജോലിയോട് പോവാൻ അല്ലെങ്കിൽ ജോലിക്ക് വിടാൻ ആ സതീഷിന് താല്പര്യമുണ്ടായിരുന്നില്ല. താല്പര്യമുണ്ടായിരുന്നില്ല. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറയും, ഇന്റർവ്യൂവിന് പോവും, സെലക്ഷൻ കിട്ടും, തിരിച്ചു വരും, പിറ്റേന്ന് ജോലിക്ക് പോകാൻ സമ്മതിക്കത്തില്ല. ഒരു മാനസികരോഗ്യം പോലാണ് പുള്ളി. അതെ, നമുക്ക് ദൃശ്യങ്ങൾ അടക്കം അത് മനസ്സിലാകുന്നുണ്ട്. ഈ പറയുന്ന ഇപ്പോൾ മരിച്ചലിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അതുല്യെ കാണാൻ ഇടയായത് ഇപ്പോൾ ഈ ജോലിക്ക് പോകേണ്ട ദിനമാണ്. ഇത് സംബന്ധിച്ച് വീണ്ടും ഒരു വലിയ രീതിയിൽ വാക്കേറ്റമോ മർദ്ദനമോ അവിടെ നടന്നിരുന്നതായി എന്തെങ്കിലും ഇന്ന് സൂചിപ്പിച്ചിരുന്നോ? ജോലിക്ക് പോകുന്നതിനെ പറ്റിട്ട് എനിക്കറിയില്ല. അതെന്നോട് അവള് സംസാരിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. 11-ാം തീയതി ഞാനും അവളും കൂടെ അവസാനം സംസാരിക്കുന്നത്. ഏകദേശം 44 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു. ആ, ഇവള് റൂമിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോ നീ ഫ്രീ ആണോ ഒന്ന് വിളിക്കുക, ഞാൻ വല്ലാതെ ഡെസ്പാണെന്ന് പറയുമ്പോ ഞാൻ വിളിക്കും. എന്റെ ജോലികളും മാറ്റി വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ ഞാൻ സംസാരിച്ച് ഞാൻ ഹാപ്പി ആയിട്ടിരുത്തും അവളെ. പരമാവധി എല്ലാവിധ ധൈര്യവും ശക്തിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അതുല്യ ഇങ്ങനെ ചെയ്യില്ല. ഇതിലടക്കം സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നാട്ടിലുള്ള ആളാണോ അതോ വിദേശത്താണോ? നാട്ടിലുള്ള ആളാണ്. നാട്ടിലാണ്. എന്തായാലും ഏറ്റവും അവസാനം മെസ്സേജ് അയച്ചത് മെനഞ്ഞാന്നാണ് നിങ്ങൾക്കല്ലേ? അതെ. അതിൽ ഈ കാര്യങ്ങൾ തന്നെയാണ്, അതായത് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്ന ഒരു സൂചന നൽകിക്കൊണ്ട് ഭർത്താവിന്റെ മർദ്ദനത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചത് അല്ലേ?
അയച്ചത്. അപ്പൊ ഞാൻ മോന് സ്കൂളിൽ പോകണം, മോനെ ഉറക്കിയിട്ട് നാളെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവൾ എനിക്ക് മെസ്സേജ് അയക്കും, ശരി നാളെ വിളിക്കണെന്ന്. പക്ഷെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. എന്തായാലും അങ്ങയുടെ വേദനയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എന്തായാലും സമഗ്രമായി അന്വേഷിക്കട്ടെ. ഈ അതുല്യക്ക് നീതി ഉണ്ടാകട്ടെ. എന്തായാലും കൃത്യമായ അന്വേഷണങ്ങൾ നടക്കട്ടെ. കുടുംബം ഇതടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഷാർജ പോലീസും തത്തുല്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും എന്താണ് അതുല്യക്ക് സംഭവിച്ചെന്ന് അറിയണം. ഭർത്താവിന്റെ പീഡനമുണ്ട് എന്ന് ബന്ധുക്കളും നേരത്തെ പഞ്ചായത്ത് മെമ്പർ ഇപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തും പറഞ്ഞിരിക്കുന്നു.